ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഓസിലേറ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻ ആൻ LC ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ ഇത് ആക്റ്റീവ് ഡിവൈസസ്. അപ്പോൾ നമുക്കറിയാം ആക്റ്റീവ് ഡിവൈസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ, നമ്മുടെ ആക്റ്റീവ് ഡിവൈസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആക്റ്റീവ് ഡിവൈസുകൾ ഏതൊക്കെയാണ്, പാസീവ് ഡിവൈസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആക്റ്റീവ് ഡിവൈസ് ആയിട്ട് വരുന്ന നമ്മുടെ ട്രാൻസിസ്റ്റർ, വാക്യൂം ട്യൂബ്, ഡയോഡ്, ഡയാക്ക്, ട്രയാക്ക്, മോസ്ഫെറ്റ്, JFET, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തൊരു നമ്മുടെ ആക്റ്റീവ് ഡിവൈസിൽ വരുന്നത്. ഓക്കെ, പിന്നെ പാസീവ് ഡിവൈസിൽ വരുന്ന നമ്മുടെ ബേസിക് കമ്പോണൻസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, അങ്ങനത്തെ വരുന്ന ബേസിക് കമ്പോണൻസ് ആണ് നമ്മുടെ പാസീവ് ഡിവൈസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലായിട്ട് എന്താണ് നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് വരിക. ഈ വാക്യൂം ട്യൂബ് ഒഴികെ ബാക്കിയെല്ലാം എന്താണ് സെമി കണ്ടക്ടർ ഡിവൈസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി LC സർക്യൂട്ട് when the capacitor is maximum the inductor energy is. നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ എനർജി ഇവിടെ എന്താണ് മാക്സിമം ആണെങ്കിൽ ഇൻഡക്ടറിൻ്റെ എനർജി എന്തായിരിക്കും, മിനിമം ആയിരിക്കും. അപ്പോൾ അത് എന്താ വെച്ചാൽ ഒരാളുടെ കയ്യിൽ കൂടുതലാണെങ്കിൽ അടുത്ത ആളുടെ കയ്യിൽ കുറവായിരിക്കും. എല്ലിനും സിക്കും ഇടയിലും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഒരാളുടെ കയ്യിൽ അവിടെ കുറവുണ്ടെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ എന്തായിരിക്കും അതിൻ്റെ ആ കൂടുതലും കുറവും അതുപോലെ നിൽക്കും. ഓക്കെ, പിന്നെ LC ടാങ്ക് സർക്യൂട്ട് എനർജി ഫ്ലോസ് ബിറ്റ്വീൻ L and C. ഓക്കെ, when inductor have മിനിമം എനർജി കപ്പാസിറ്റർ വിൽ ഹാവ് മാക്സിമം. അപ്പോൾ എന്താണ് ഇൻഡക്ടറിന് ഇവിടെ മിനിമം എനർജി ആണെങ്കിൽ കപ്പാസിറ്റർ എന്തായിരിക്കും മാക്സിമം ആയിരിക്കും. അതേപോലെ തിരിച്ചും എന്തായിരിക്കും എല്ലിന് ഇവിടെ എന്തായിരിക്കും മാക്സിമം ആണെങ്കിൽ കപ്പാസിറ്ററിന് ഇവിടെ മിനിമം ആയിരിക്കും. അപ്പോൾ ഒരാളുടെ കയ്യിൽ കുറവാണെങ്കിൽ അടുത്ത ആളുടെ അവിടെ കൂടുതൽ, ഇപ്പുറത്ത് അതിന് കൂടുതലുണ്ടെങ്കിൽ അപ്പുറത്ത് അതിൻ്റെ കുറവ്, ആ രീതിക്ക് ഒരു ഇതായിരിക്കും വരിക. കാരണം എനർജി അവിടെ കൈമാറ്റം ചെയ്യുന്നത് എല്ലിനും സിക്കും ഇടയിലായതുകൊണ്ട് ആ രീതിയിലായിരിക്കും വരിക. ഓക്കെ, നോക്കാം. ആൻ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ഡാഷ് ഓസിലേഷൻസ്. നമുക്ക് നോക്കാം. ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ അതെന്താ വെച്ചാൽ അൺഡാംപ്ഡ് ഓസിലേഷൻ. അൺഡാംപ്ഡ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഓസിലേഷൻ നമ്മൾ എന്ത് പറയും, അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ അതിനെ താഴേക്ക് പോകുന്നതിന് നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയും. നമ്മളതിനെ കൂടി പോകുന്നതിന് നമ്മൾ എന്ത് പറയും, ഗ്രോയിങ് ഓസിലേഷൻ അല്ലെങ്കിൽ ഓവർ ഡാംപ്ഡ് എന്ന് പറയും. ഓക്കെ, ഓസിലേറ്റർ പ്രൊഡ്യൂസ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ദ സസ്റ്റെയിൻഡ് ഓസിലേഷൻ ആൾസോ കാൾഡ് എന്നാണ് അൺഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, ആൻ ഓസിലേറ്റർ എംപ്ലോയി ഡാഷ് ഫീഡ്ബാക്ക്. നമുക്കറിയാവുന്നതാണ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓസിലേറ്റർ യൂസസ് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അടുത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഫോർ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്ന ഓസിലേറ്ററിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നവരാണ് ആംപ്ലിഫയേഴ്സിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുക. ഓക്കെ, ആംപ്ലിഫയേഴ്സ് യൂസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസ് നോയ്സ്. ഈ രണ്ട് കാരണങ്ങൾക്കാണ് നമ്മൾ ആംപ്ലിഫയറിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത്. ആൻ LC ഓസിലേറ്റർ കനോട്ട് ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡാഷ് ഫ്രീക്വൻസീസ്. നമുക്കറിയാവുന്നതാണ് LC ഓസിലേറ്റർ നമുക്ക് വെരി ലോ ഫ്രീക്വൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് LC ഓസിലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമ്മളിവിടെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം എന്താണ് എല്ലും സിയും ഇവിടെ നിന്നാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനായി വരുന്നത്, അല്ലെ 1/√LC എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫ്രീക്വൻസി ഇവിടെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ എല്ലിൻ്റെയും സിയുടെയും വാല്യൂ നമുക്ക് അവിടെ കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ടു പ്രൊഡ്യൂസ് ലോ ഫ്രീക്വൻസി to produce very low frequency the LC oscillators need high value of capacitor and inductor. എന്നാണ് high value of capacitor ഇൻഡക്ടറോടെ ആവശ്യമാണ്. ഓക്കെ, ദിസ് മേക്ക് സർക്യൂട്ട് ബൾക്കി ആൻഡ് കോസ്റ്റ്ലി. അപ്പോൾ എന്താണ് ചെറിയ ഫ്രീക്വൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ വലിയ എല്ലും സിയും അവിടെ നമുക്ക് ആവശ്യമാണ്. അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഹാർട്ട്ലി ഓസിലേറ്റർ ഇസ് കോമൺലി കാൾഡ്. ഹാർട്ട്ലി ഓസിലേറ്റർ കോമൺലി യൂസ്ഡ് ഇൻ നമുക്ക് എവിടെ യൂസ് ചെയ്യും, ഹാർട്ട്ലി ഓസിലേറ്റർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ റേഡിയോ റിസീവേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാർട്ട്ലി ഓസിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹാർട്ട്ലി ഓസിലേറ്റർ ക്യാൻ പ്രൊഡ്യൂസ് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. കാരണം വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹാർട്ട്ലി ഓസിലേറ്റർ പറ്റും. നമുക്ക് നോക്കാം 20 kHz മുതൽ 30 MHz വരെ ഹാർട്ട്ലി ഓസിലേറ്ററിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വൈഡ് റേഞ്ച് ഫ്രീക്വൻസീസ് നീഡ് ഫോർ ട്യൂണിങ് ഡിഫറൻറ്റ് സ്റ്റേഷൻ. അപ്പോൾ നമുക്കറിയാവുന്നത് ഒരു റേഡിയോ റിസീവർ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേഷനിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ആ സർക്യൂട്ട് പറയുമ്പോൾ ഒരുപാട് ഫ്രീക്വൻസി വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ റേഡിയോ ട്രാൻസ്മിറ്ററിൽ വരുമ്പോൾ എന്താണ് അവിടെ ഒരു ഫിക്സഡ് ഫ്രീക്വൻസി മാത്രമായിരിക്കും. അപ്പോൾ നമുക്കവിടെ ക്രിസ്റ്റൽ ഓസിലേറ്ററൊക്കെ നമ്മൾ ഉപയോഗിക്കാം. റേഡിയോ റിസീവേഴ്സിൽ നമുക്ക് എന്ത് വേണ്ടത്, വൈഡ് റേഞ്ച് ഫ്രീക്വൻസി നമുക്ക് വേണ്ടത്. ഓക്കെ, ഇൻ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ വി യൂസ് ഡാഷ് RC സെക്ഷൻസ്. നമുക്കറിയാം RC ഫേസ് ഷിഫ്റ്റ് എത്ര യൂസ് ചെയ്യും, നമ്മൾ 3
RC സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ആ ഫിഗറിൽ നോക്കാം. നമുക്കിവിടെ എത്ര 3 RC സെക്ഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് RC സെക്ഷൻ പ്രൊഡ്യൂസ് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓരോ RC സെക്ഷൻ എത്ര 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര 3 × 60 180 ഡിഗ്രി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ നമ്മുടെ ആംപ്ലിഫയർ എന്തുണ്ടാക്കുന്നുണ്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും 180 360 ഡിഗ്രി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ 360 ഡിഗ്രി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഫീഡ്ബാക്കിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കിന് വേണ്ട ടോട്ടൽ 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്. ഓക്കെ, പിന്നെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഇത് ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് എലമെൻറ്റ്സ് ആർ. നമുക്കറിയാം ഫേസ് ഷിഫ്റ്റ് പറയുന്നത് RC ഓസിലേറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ R ആൻഡ് C ആയിരിക്കും അവിടെ നമ്മുടെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന കമ്പോണൻസ്. ഓക്കെ, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഈസ് RC ഓസിലേറ്റർ, ഹെൻസ് R ആൻഡ് C ആർ ദ ഫ്രീക്വൻസി determining elements. In LC oscillator the frequency determining elements are LC. അപ്പോൾ LC oscillator ആകുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത് LCയും, RC oscillator ആകുമ്പോൾ അവിടെ RCയും ആയിരിക്കും. ഓക്കെ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ യൂസസ് ഡാഷ് ഫീഡ്ബാക്ക്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞൊരു കാര്യം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ യൂസസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഓൺലി ഓസിലേറ്റർ യൂസസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് എ RC ഓസിലേറ്റർ, ഒരു RC ഓസിലേറ്റർ ആണ്. സീരീസ് ആൻഡ് പാരലൽ RC പ്രൊവൈഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എങ്ങനെ കിട്ടുന്നത്, സീരീസ് ആൻഡ് പാരലൽ ഒരു RC നെറ്റ്വർക്ക് അവിടെ ഉണ്ട്, അത് നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും. പിന്നെ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത് എന്താണ്, ഒരു R1 ആൻഡ് R2 രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. എന്താണ് വോൾട്ടേജ് ഡിവൈഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് റെസിസ്റ്റേഴ്സിന് നെഗറ്റീവ് ഫീഡ്ബാക്കും നമ്മുടെ സീരീസ് ആൻഡ് പാരലൽ RCന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും സർക്യൂട്ടിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, the piezoelectric effect in a crystal is എന്താ വെച്ചാൽ വോൾട്ടേജ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെസ്. അപ്പോൾ പീസോഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞാൽ നമ്മൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കലിനെ മെക്കാനിക്കലായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു ഫെനോമിനൻ്റെ പേരാണ് പീസോഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. പീസോഇലക്ട്രിക് എഫക്റ്റ് യൂസ് ടു കൺവേർട്ട് മെക്കാനിക്കൽ ഫോഴ്സ് ഇൻറ്റു ഇലക്ട്രിക്കൽ ഫോഴ്സ് ആൻഡ് വൈസ് വേഴ്സ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഫോർ പീസോഇലക്ട്രിക് മെറ്റീരിയൽസ് ആർ ക്വാഡ്സ്, റോച്ചല്ലേ സാൾട്ട്, ടോപ്പാസ് എന്ന് പറഞ്ഞ ഇതൊക്കെ കുറച്ചതിൻ്റെ എക്സാമ്പിൾസ് വരുന്നു. പിന്നെ യൂസ് ടു പ്രൊഡ്യൂസ് ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. എന്താണ് പീസോഇലക്ട്രിക് എഫക്റ്റുള്ള എന്താണ് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ടു പ്രൊഡ്യൂസ് ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉള്ള പീസോഇലക്ട്രിക് എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് വെരി സ്റ്റേബിൾ ഡ്യൂ ടു എന്താണ് അതിൻ്റെ ഹൈ ക്വാളിറ്റി ഫാക്ടറാണ്. അതിൻ്റെ വെരി ഹൈ ക്വാളിറ്റി ഫാക്ടറാണ് നമ്മുടെ എന്താണ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 10,000 മുതൽ 10 lakh വരെ റേഞ്ച് വരുന്നുണ്ട് അതിന്. ഓക്കെ, ദ ആപ്ലിക്കേഷൻ വേർ വൺ വുഡ് മോസ്റ്റ് ലൈക്ലി ടു ഫൈൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ഓക്കെ, അത് നമുക്ക് നോക്കുന്നത് റേഡിയോ ട്രാൻസ്മിറ്ററിലാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുക. കാരണം എന്താണ് റേഡിയോ ട്രാൻസ്മിറ്റർ ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നമുക്ക് എന്താണ് അവിടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. റേഡിയോ ഫ്രീക്വൻസി ഓപ്പറേറ്റ്സ് ഓൺ ഫിക്സഡ് ഫ്രീക്വൻസി. ഓക്കെ, ഹെൻസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതാണ് ഫിക്സഡ് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ബെസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് റേഡിയോ റിസീവർ ഇറ്റ് നീഡ്സ് ടു റിസീവ് മെനി റേഡിയോ സ്റ്റേഷൻസ്. അപ്പോൾ എന്താണ് നമ്മൾ വേറെ റേഡിയോ റിസീവറിൻ്റെ കാര്യം പറയണമെങ്കിൽ എന്താണ് അവിടെ നമുക്ക് ഒരുപാട് സ്റ്റേഷൻസ് നമുക്ക് റിസീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നമ്മൾ ഉപയോഗിക്കുക. കാരണം വൈഡ് റേഞ്ച് ഫ്രീക്വൻസി ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ റിസീവർ ആകുമ്പോൾ ഹാർട്ട്ലി ഓസിലേറ്ററും നമ്മളെന്താണ് ട്രാൻസ്മിറ്റർ ആകുമ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ആൻ ഓസിലേറ്റർ ഡിഫർ ഫ്രം ആൻ ആംപ്ലിഫയർ ബിക്കോസ് എന്താണ് റിക്വയർ നോ ഇൻപുട്ട് സിഗ്നൽ. നമുക്ക് നമ്മുടെ ഓസിലേറ്ററിന് എന്തില്ല, ഇൻപുട്ട് സിഗ്നൽ ഇല്ല. ആൻ ഓസിലേറ്റർ യൂസസ് സർക്യൂട്ട് നോയ്സസ് ആസ് ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ എന്താണ് ഒരു ഓസിലേറ്റർ സർക്യൂട്ട് പറയുമ്പോൾ അതിന് സർക്യൂട്ടിനകത്തുള്ള നോയ്സിനെയാണ് എന്ത് ആംപ്ലിഫൈ ചെയ്തതിന് ഇൻപുട്ട് സിഗ്നലാക്കി എടുക്കുക. ഓക്കെ, ഹെൻസ് ഓസിലേറ്റർ ഈസ് എ സർക്യൂട്ട് വിത്തൗട്ട് ഇൻപുട്ട്. ഓസിലേറ്റർ പറയുമ്പോൾ വിത്തൗട്ട് ഇൻപുട്ട് ഉള്ള സർക്യൂട്ടാണ്. ഓക്കെ, നമ്മൾ പിന്നെ വേറെ ട്രാൻസിസ്റ്റർ നമ്മുടെ ആംപ്ലിഫയറുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കും ഓസിലേറ്ററിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ആ വ്യത്യാസം കൂടി ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ പാർട്സ് ഓഫ് ഓസിലേറ്റർ പറയുമ്പോൾ ആംപ്ലിഫയർ വരും, പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടും DC സപ്ലൈ, പിന്നെ എന്താണ് ഓസിലേറ്റർ സർക്യൂട്ട്. ഓക്കെ,
വൺ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ ഈസ് ഏതൊക്കെയാണ്? നമുക്കിവിടെ ഓസിലേഷൻ നമുക്ക് എന്ത് വേണം? ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ഓസിലേഷൻ നമുക്കിവിടെ ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ഫീഡ്ബാക്ക് ലൂപ്പിൽ 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും. നമുക്കതാണ് കണ്ടീഷൻ വേണം. നമുക്കിവിടെ ഓസിലേറ്റർ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം. പോസിറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ഫീഡ്ബാക്ക് ലൂപ്പ് ഫേസ് ഷിഫ്റ്റ് വേണം. ഓക്കെ, ഓസിലേറ്റർ നീഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് നീഡ് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓസിലേറ്റർ കൺവേർട്ടും ഡി സി പവർ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് ഓസിലേറ്റർ കൺവേർട്ട് ഡി സി പവർ ഇൻറ്റു എ സി പവർ. ഓക്കെ, for an oscillator to properly start, the gain around the feedback loop must be initially greater than 1. നമ്മൾ പറഞ്ഞിരുന്നതാണ് at the starting high gain is needed to amplify weak noise input signal. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓസിലേറ്റേഴ്സിൽ എന്തായിരിക്കും? നോയ്സ് സിഗ്നലിനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻപുട്ടാക്കി എടുക്കുക. അപ്പോൾ നോയ്സ് സിഗ്നൽ പറയുമ്പോൾ വളരെ വീക്ക് സിഗ്നൽ ആയിരിക്കും. ഈ വീക്ക് സിഗ്നൽ നമ്മൾ ഇൻപുട്ടാക്കി എടുക്കുമ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ അങ്ങോട്ട് നീങ്ങുന്നു ഗ്രേറ്റർ ദാൻ 1 കുറച്ച് നല്ല ഹൈ ആംപ്ലിഫിക്കേഷൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഓസിലേഷൻസ് ആർ സ്റ്റാർട്ടഡ് വി റെഡ്യൂസ് ദ ഗെയിൻ ടു യൂണിറ്റി. അപ്പോൾ എന്താണ് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോർമലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ കുറച്ച് യൂണിറ്റിയിലേക്ക് തന്നെ കൊണ്ടുവരും. ഓക്കെ, ഇൻ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഫീഡ്ബാക്ക് ഈസ് ഒബ്റ്റെയിൻഡ്. കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഓക്കെ, കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്താ? സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഓസിലേറ്റർ ആണ് നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്റർ. സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഓസിലേറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ സെൻറ്റർ എന്നാണ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഓസിലേറ്റർ ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഫീഡ്ബാക്ക് ആയിരുന്നു എടുക്കുന്നത്. നമുക്കിവിടെ സർക്യൂട്ട് വഴി കാണാൻ പറ്റും എന്താണ്? 2 കപ്പാസിറ്ററിനെയും കൂടി സെൻറ്റർ എന്നാണ് നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഹാർട്ട്ലി ഓസിലേറ്റർ ഫീഡ്ബാക്ക് ഈസ് ടേക്കൺ ഫ്രം സെൻറ്റർ ഓഫ് എ സ്പ്ലിറ്റ് ഇൻഡക്ടർ. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ ആകുമ്പോൾ സെൻറ്റർ ഓഫ് എ സ്പ്ലിറ്റ് ഇൻഡക്ടർ, കോൾപിറ്റ്സ് ആകുമ്പോൾ സെൻറ്റർ ഓഫ് എ സ്പ്ലിറ്റ് കപ്പാസിറ്റർ. ഓക്കെ, the Q of the crystal is in the order of എത്ര? 10,000 നമ്മൾ പറഞ്ഞു അല്ലേ? ക്വാളിറ്റി ഫാക്ടർ എത്ര? 10,000 10 ലാഖിനും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മോർ ദാൻ 10,000. ഡാഷ് ഈസ് എ ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ. അതാണ് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേറ്റർ. ഓക്കെ, അടുത്ത് in an LC oscillator, if the value of L is increased 4 times the frequency of oscillator. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എൽ സി ഓസിലേറ്റർ വാല്യൂ ഓഫ് എൽ എത്ര നമ്മൾ 4 മടങ്ങ് നമ്മളവിടെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് എത്ര മാറ്റം വരുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ഫ്രീക്വൻസിക്കുള്ള ഫോർമുല എന്താണ്? 1/2π√LC. അപ്പോൾ നമ്മളിവിടെ എല്ലിന് പകരം നമ്മൾ 4L കൊടുത്തു. അപ്പോൾ നമ്മൾ എല്ലിന് പകരം 4L കൊടുത്തു. അപ്പോൾ നമുക്കറിയാം 4 പറയുമ്പോൾ √4 എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ 2 നമ്മൾ പുറത്തേക്ക് എടുത്തു, 1/2 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തല്ല? 1/2π√LC. ഈ സാധനം പറയുമ്പോൾ എന്താണ്? ഇത് നമ്മുടെ എഫിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ സാധനത്തിന് പകരം നമ്മൾ എഫ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2f. അപ്പോൾ എന്താണ്? 1/2f ആയതുകൊണ്ട് ഡിക്രീസ്ഡ് ബൈ 2 ടൈംസ്. ഓക്കെ, ആൻ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ദ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് നമുക്ക് നോക്കാം. എന്താണ് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് ലോ ഔട്ട്പുട്ട്. അതിന് ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതൊക്കെയാണ് വെരി ലോ ഫ്രീക്വൻസി ഡ്രിഫ്റ്റ്, മിനിമം ടെമ്പറേച്ചർ വേരിയേഷൻ, ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, വെരി ഹൈ ക്യൂ ഫാക്ടർ. ഓക്കെ,